ചേട്ടാ നമസ്കാരം. നമസ്കാരം. അങ്ങനെ നമ്മുടെ അഫ്ഗാനിസ്ഥാന്റെ അടിപേടിച്ച് പാകിസ്ഥാൻ ഖത്തറിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. ഖത്തറിനോട് ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞുകൊണ്ട് സമാധാന യോഗം വിളിച്ചു. ഇപ്പൊ സമാധാനം പുലർന്നു എന്നാണ് പറയുന്നത്. പക്ഷെ സമാധാനം പുലർന്നിട്ടൊന്നുമില്ല. രണ്ടുപേരും ഇപ്പോഴും ഫേസ് ഓഫ് തന്നെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുകയാണ് ആയുധങ്ങളും എടുത്തുകൊണ്ട്. ഇനിയിപ്പോ ഒരു അടി പ്രതീക്ഷിക്കുന്നത് ഈ താലിബാന്റെ ഭാഗത്തു നിന്നാണ്. അതൊരു വമ്പൻ അടിയായിരിക്കും. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, അതായത് ഈ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തി അവിടെയുള്ള 10 പേരെ കൊന്നു കളഞ്ഞു. അതിൽ 3 പാക് ഈ താലിബാൻ ക്രിക്കറ്റർമാരുണ്ടായിരുന്നു, അല്ല അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റർമാരുണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണ്. അപ്പോൾ അത് അവർക്ക് വലിയ ക്ഷീണമായിട്ടുണ്ട്. അതുകൊണ്ട് ഏത് നിമിഷവും ഒരു വമ്പൻ അടി പ്രതീക്ഷിക്കാമെന്ന ഒരു ഇതിൽ തന്നെയാണ് ഈ വെടിനിർത്തൽ ഒക്കെ, അല്ല ഈ സമാധാന കരാറും വെടിനിർത്തലിനും ഒക്കെ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഇപ്പൊ സമാധാന കരാറും വെടിനിർത്തലും ഉണ്ടായാൽ തന്നെയും തെഹ്രീക്കെ താലിബാന്റെ ആക്രമണം പാകിസ്ഥാനുള്ളിൽ നടക്കുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. കാരണം പാകിസ്ഥാനകത്തുള്ള ഒരു സംഘടനയാണ് തെഹ്രീക്കെ താലിബാൻ എന്ന് പറയുന്നത്. അവർക്കാകുമ്പോൾ ഈ അതിർത്തി കയറി വന്ന് അടിക്കുകയും വേണ്ട, അതിന്റെ ആവശ്യമില്ല. ഇപ്പോ ഈ പാകിസ്ഥാൻ പറയുന്നത് ഇന്ത്യ ഇതിന്റെ പിന്നിലുണ്ട്. അത് ഞാൻ ആലോചിക്കുന്ന ഒരു സംഭവം എന്താ അറിയോ ചോദിച്ചിട്ട്, അത് പറയുമ്പോൾ എനിക്ക് അതുകൂടെ പറഞ്ഞു പോവാം. അത് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് രോമാഞ്ചം വരും. ഇപ്പൊ ഇന്ത്യ അതിന് പിന്നിലുണ്ടെന്ന് പറയുമ്പം കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇന്ത്യ പറയുന്നില്ല ഞങ്ങൾ അതിന് പിന്നിലുണ്ടെന്ന്. പോക്കിർത്തരം പറയല്ലെന്നാണ് ഇന്ത്യ പറയുന്നത്. ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കും അറിയില്ല. ബിജുചേട്ടൻ പറഞ്ഞു തരണം. 2005 ഡൽഹി ബ്ലാസ്റ്റ് ഉണ്ട്. അതിനുശേഷം 2006 പീസ് ടോക്ക്, നമ്മുടെ നാട്ടിൽ പീസ് ടോക്ക്, അന്ന് കോൺഗ്രസ് ആണല്ലോ ഭരിച്ചിരുന്നത്, സമാധാന ചർച്ചകളാണ് നടത്തിക്കൊണ്ടിരുന്നത്. 2006 ഈ പീസ് ടോക്കിന് ശേഷം മുംബൈ ട്രെയിൻ ബ്ലാസ്റ്റ്, 209 പേര് മരിച്ചു. 2007 വീണ്ടും സമാധാന ചർച്ച. 2008 ആയപ്പോഴേക്കും മുംബൈ ടെറർ അറ്റാക്ക്, 166 പേര് നമ്മുടെ രാജ്യത്ത് മരിച്ചു. അത് കഴിഞ്ഞ് 1000 പേജ് റിപ്പോർട്ട് കൊടുത്തു പാകിസ്ഥാന് സമാധാനത്തിന് വേണ്ടി. നരേന്ദ്രമോദി ആണെങ്കിൽ 1000 കിലോ ബോംബ് കൊടുത്തേനെ. 1000 പേജ് റിപ്പോർട്ടാണ് അവന്മാര് കൊടുത്തത്, നമ്മുടെ കോൺഗ്രസ്. 2010 പൂനെ അറ്റാക്ക്, 2011 ഡൽഹി അറ്റാക്ക്, 2013 ഹൈദരാബാദ് അറ്റാക്ക്. അതായത് ഈ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന 2014 മുമ്പുള്ള കാലഘട്ടത്തിലുണ്ടല്ലോ, ഒരു മനുഷ്യന് പോലും, ഞാനൊക്കെ ആ സമയത്ത്, ഞാൻ ഇപ്പോഴുള്ള വിവരവും ബുദ്ധിയും ബോധമൊന്നും എനിക്ക് അപ്പോൾ ഇല്ല, എങ്കിലും ഞാൻ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ എങ്ങനെ പൊതുനിരത്തിലൂടെ ഇറങ്ങി നടക്കും? ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ രാജ്യത്ത് എവിടെയെങ്കിലും ഒരു ബോംബ് പൊട്ടാം. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ആ സമയത്ത് ഞാൻ വിചാരിച്ചത് എന്ത് ചെയ്യും ഇതിനൊക്കെ, അതായത് എന്തായിരിക്കും ഇതിനൊരു പ്രതിവിധി, ഇത് എവിടെ നിന്ന് തുടങ്ങി എവിടെ നിന്ന് അവസാനിപ്പിക്കും, ഈ രാജ്യത്തിന്റെ അതിർത്തികൾ എങ്ങനെ അടയ്ക്കും, കുടിയേറ്റക്കാരെ പിടിച്ച് എങ്ങനെ പുറത്താക്കും, ഈ ബോംബ് കൊണ്ടുവരുന്ന ഈ ഇന്റലിജൻസ് ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റാത്ത നിരന്തരമായിട്ടുള്ള ഇന്റലിജൻസ് ഫെയിലിയർ. ഇപ്പം 100 എണ്ണത്തിൽ ഒരു ഫെയിലിയർ ഒക്കെ ഉണ്ടായാലേ ഉണ്ടാകുന്നുള്ളൂ. ആ സമയത്ത് നിരന്തരമായിട്ടുള്ള ഇന്റലിജൻസ് ഫെയിലിയർ. പോരാത്തതിന് ഈ ചിദംബരം എന്ന് പറഞ്ഞ കേട്ടില്ലേ, ഞങ്ങൾ തിരിച്ച് ആക്രമിക്കാനായിട്ട് തുടങ്ങിയതാണ്, അപ്പൊ അമേരിക്ക വന്ന് വിരട്ടിയപ്പോൾ ഞങ്ങൾ ആക്രമിച്ചില്ല. ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ എന്റെ തല അങ്ങ് ലജ്ജിച്ച് താഴ്ന്നു പോയി അത് കേട്ടപ്പോൾ, സീരിയസ്ലി. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെ നമ്മുടെ രാജ്യം കടന്നുപോയി. ഈ ഇവിടം സ്വർഗമാണ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ആ സിനിമയിൽ ക്ലൈമാക്സിൽ ബിച്ചേട്ടൻ കണ്ടു കാണും, മോഹൻലാല് ഈ റിയൽ എസ്റ്റേറ്റ് ചാണ്ടിയോട് പറയുന്ന ഒരു ഡയലോഗുണ്ട്. ഞാനൊരു കർഷകനാണ്, അപ്പോ ഞങ്ങൾ ഈ കീടങ്ങളെ ഓടിക്കാൻ ഒരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ പുകയില കഷായം തളിക്കും, എന്നിട്ട് അത് പുകച്ച് കീടങ്ങളെ ഞങ്ങൾ ഓടിക്കും. അതാണ് ഇന്നലെ രാത്രി നിന്റെ വീട്ടിൽ കണ്ടത് എന്നൊരു ഡയലോഗ് പറയുന്നുണ്ട്. അപ്പൊ സമാനമായിട്ടുള്ള രീതിയിൽ നമ്മൾ എന്താണോ അനുഭവിച്ചത്, അതായത് ഒരു മനുഷ്യന് തെരുവിൽ കൂടെ നടക്കാൻ ഭയമുള്ള ഒരു കാലം ഇന്ത്യയിലുണ്ടായി, അനുഭവിച്ചത്, അതിന്റെ രുചി എന്താണെന്ന് നീയും അനുഭവിക്കണം. പാകിസ്ഥാൻ ഇപ്പൊ നോക്കി നോക്കൂ ബിജേട്ടാ, ഖൈബർ പഖ്തൂൺഖയിൽ അടി, POKയിൽ അടി, ഓരോ നിമിഷവും ചാവേർ ബോംബ് സ്ഫോടനങ്ങൾ, ആക്രമണങ്ങൾ. ബലൂചിസ്ഥാനിലോട്ട് പോയി കഴിഞ്ഞാൽ പട്ടാളത്തിനകത്തോട്ട് കയറാൻ വയ്യ, ജനങ്ങൾക്ക് തെരുവിലൂടെ നടക്കാൻ വയ്യാത്തൊരവസ്ഥ. നമ്മൾ ഇങ്ങനെ ഇടവിട്ടാണ് അനുഭവിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇവന്മാർ ഓരോ ദിവസവും ഭയന്നാണ് ജീവിക്കുന്നത്. അതായത് പേടിച്ചാണ് അവന്മാർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അനുഭവിച്ച അതേ സെറ്റപ്പ് ഉണ്ടല്ലോ 2014 ശേഷം, നരേന്ദ്രമോദി വന്ന ശേഷം പാകിസ്ഥാന്റെ അവസ്ഥ ഇതാണ്. അജ്ഞാതൻ എപ്പോ വരുമെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ബോംബ് എപ്പോ പൊട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല, എപ്പോ ചാവേർ ആക്രമണം നടക്കുമെന്ന് പറയാൻ പറ്റത്തില്ല, എപ്പം തലയ്ക്ക് മുകളിൽ കൂടെ മിസൈൽ വരുമെന്ന് പറയാൻ പറ്റത്തില്ല. ആ ഒരു സിറ്റുവേഷൻ, നമ്മൾ അനുഭവിച്ച അതേ കാര്യങ്ങൾ ഇവന്മാർ അനുഭവിച്ചു. ഇതൊരു കോ ഇൻസിഡൻസ് ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ എനിക്ക് അത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഒരു സമയത്ത് നമ്മൾ വളരെയധികം വിഷമിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കാരണം ഇവിടുത്തെ ഈ സിസ്റ്റവും ശരിയല്ല, ഇവിടുത്തെ സർക്കാരാണെങ്കിൽ അനങ്ങുന്നില്ല. ഇപ്പുറത്ത് വന്നിട്ട് നമ്മുടെ കശ്മീരിലെ പട്ടാളക്കാരന്റെ തലയെറുത്ത് അപ്പുറത്ത് ISI പോയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചോദിക്കാൻ പോയിട്ടില്ല. നമ്മളെ പട്ടാളക്കാരനെ ഇവിടെ വന്ന് പിടിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിടിച്ചോണ്ട് പോയി, അത്രേ ഉള്ളൂ.
നമ്മളിവിടെ കിടന്ന് എത്ര ഒച്ചപ്പാടും ബഹളവും വെച്ചിട്ട് ഒരു കാര്യമില്ല. ഇന്ന് പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാലുണ്ടല്ലോ അവന്മാര് അവിടെ പിടിച്ചോണ്ട് പോയ അതിനെക്കാട്ടിലും വലിയ സ്പീഡിൽ തിരിച്ചു കൊണ്ടാക്കും. ഇല്ലെങ്കിൽ നരേന്ദ്രമോദി ലാഹോറും കറാച്ചിയും കത്തിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു സെറ്റപ്പ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഷിഫ്റ്റ് വന്നത്? ഇതിന്റെ പിന്നിൽ ഇന്ത്യക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? ഉണ്ട് എന്നാണ് പല ആൾക്കാരും പറയുന്നത്. പക്ഷെ അത് നമ്മൾ പറയുന്നത് ശരിയല്ല. നമ്മുടെ രാജ്യം അത് അംഗീകരിച്ചിട്ടില്ല. താലിബാനും ഇന്ത്യയുമായിട്ട് വലിയ രീതിയിലുള്ള ടൈപ്പിലോട്ടൊക്കെ ഇപ്പൊ കാര്യങ്ങൾ വരുന്നുണ്ട്. എന്താണ് ഇതിൽ നമ്മൾ എടുത്ത ഒരു വലിയൊരു നീക്കം? അത് രഹസ്യമായിരിക്കാം, അത് പരസ്യമായിട്ട് നമ്മളെ കൊണ്ട് പറയാൻ പറ്റില്ലായിരിക്കാം. എങ്കിലും നമ്മളെ കൊണ്ട് പറയാൻ പറ്റുന്ന രീതിയിൽ, കൺവിൻസിംഗ് ആയിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ഇതിനകത്ത് ഇന്ത്യയുടെ ഒരു കയ്യൊപ്പുണ്ട് എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും സാധനമുണ്ടോ? അങ്ങനെ ഉണ്ടെന്നാണ് ഇപ്പോൾ ഓരോ ദിവസത്തെ അന്തർദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഏതാണ്ട് 2021 മുതൽ താലിബാൻ അധികാരത്തിലേറിയപ്പോൾ മുതൽ നടത്തിയ ഇന്ത്യയുടെ നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് ഇപ്പോൾ അവരുടെ ലേഖനങ്ങളൊക്കെ വരുന്നത്. 2014 മുമ്പ് ഈ ഇന്ത്യയിൽ പ്രേക്ഷകർക്ക് അറിയാൻ കഴിയും, നമ്മളിപ്പോൾ ഒരുമാതിരിപ്പെട്ട നമ്മുടെ പുണ്യ സ്ഥലങ്ങളൊന്നും നമ്മൾ പോകാറില്ലായിരുന്നു. ഇപ്പോൾ ഇതുപോലൊരു കുംഭമേള നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ നമ്മൾ എവിടെങ്കിലുമൊക്കെ ഇപ്പൊ ഹരിദ്വാറിലേക്കോ ഇല്ലെങ്കിൽ അമർനാഥിലേക്കോ ഒക്കെ പോകുമ്പോൾ തിരിച്ചു വരുമോ എന്നൊരു ഉറപ്പില്ലായിരുന്നു. കാരണം ഭീകരാക്രമണം എവിടെ നടക്കാം. ഈ ടിഫിൻ ബോംബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കർണാടകത്തിലും മറ്റും ഉത്സവം നടക്കുന്ന സ്ഥലങ്ങളിൽ കൊണ്ട് വെക്കുമായിരുന്നു. ഗ്യാസ് ബോംബ്, ഗ്യാസ് കുറ്റിക്കകത്തുള്ള ബോംബ്, ഇങ്ങനെയൊക്കെ ഉള്ളത് ചറപറ പൊട്ടും. അതായത് ഇന്ത്യയിലെ ജനം എപ്പോഴും പട്ടിണിയാണ് എങ്കിൽ പോലും അതിനേക്കാൾ അപ്പുറത്തേക്ക് ഏത് നിമിഷവും ഭീകരാക്രമണം ഉണ്ടാകാമെന്ന് ഭയന്ന് കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടമായിരുന്നു 2014 മുൻപുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ സഞ്ചരിക്കാൻ കഴിയും, ഏത് സ്ഥലങ്ങളിൽ സഞ്ചരിക്കാൻ കഴിയും. പിന്നെ ഏത് രാജ്യത്തും ഉള്ളതുപോലെ തന്നെ, അമേരിക്കയിൽ അടക്കമുള്ളതുപോലെ തന്നെ പിടിച്ചുപറികളുണ്ട്, അക്രമങ്ങളൊക്കെ ചില ഏരിയകളിലുണ്ട്, പഴയതുപോലെ ഇല്ല എന്ന് എങ്കിൽ പോലും. കാരണം 140 കോടി ജനമാണ് ഇവിടെ ഉള്ളത്. ഓരോരുത്തർക്കും ഓരോ പോലീസിന് വെച്ച് കൊടുക്കാൻ കഴിയില്ല. അപ്പം ഈ ഒരു രീതിയിലാണ് ഇന്നിപ്പം നമ്മുടെ ബ്ലോഗർമാരടക്കം കാശ്മീരിൽ പൂണ്ട് വിളയാടുന്നുണ്ട്, മറ്റിടങ്ങളിൽ പോയി കിടന്നിട്ട് വാർത്ത ചെയ്യുന്നുണ്ട്, കുത്തിത്തിരിപ്പാണെങ്കിലും ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്, എല്ലായിടത്തും പോകുന്നുണ്ട്. ഇന്ന് എല്ലാവർക്കും സർവ്വസ്വാതന്ത്ര്യം. നമ്മുടെ മലയാളികള് കുറച്ചു ദിവസം അവധി കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന് ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ മിസോറാമിലും സിക്കിമിലും ഒപ്പം തന്നെ ഈ പറയുന്ന കാശ്മീരിലുമൊക്കെ ടൂർ പോകുന്ന ഒരു ഇടമായി അത് മാറിയിരിക്കുന്നു. 2014 മുമ്പ് ആരെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുമായിരുന്നു? അവിടെ നമുക്ക് പോകാൻ കഴിയുമായിരുന്നു? ഇന്ത്യക്കാരൻ എന്ന പേരിൽ ബുള്ളറ്റിൽ ഇന്ത്യക്കാരൻ എന്ന പേരിൽ ഇന്ന് ലോകത്തിന്റെ എല്ലായിടത്തും ഇന്ത്യക്കാരൻ തല ഉയർന്നു നിൽക്കുന്നുണ്ട്. കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രത്യേകത, ഒരു ഇന്ത്യക്കാരൻ എവിടെയെങ്കിലും ഒന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്റെ രാജ്യമുണ്ടെന്ന് ചങ്കുറപ്പോടെ പറയാൻ ഇന്ന് ഇന്ത്യക്കാർക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ തന്നെ വിളിക്കുന്നത്, അയ്യോ മോദിയെ വിളിക്കൂ എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഏതോ ഒരു പയ്യൻ ബ്ലോഗറാണ്, അദ്ദേഹം ഇന്ത്യൻ പാസ്പോർട്ടിനെ കുറിച്ച് പറയുന്ന കേട്ടു, ഞാൻ ഇതിൽ ജനിച്ചു പോയതിൽ അപമാനിതനാണെന്നൊക്കെ പറയുന്നത്. വിവരക്കേടാണെന്ന് തോന്നുന്നു. എന്തായാലും ഈ അവനെ എല്ലാ കാലത്തും ഇന്ത്യക്കെതിരെ നിലപാടെടുക്കും, ഇന്ത്യൻ പട്ടാളക്കാർ അവനെ പീഡിപ്പിക്കാൻ വന്നു എന്നൊക്കെ അവൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പറയട്ടെ, വലിയ രീതിയിൽ ഞാൻ ഈ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളൊരു ഡമ്പുണ്ട്. കാരണം ഞാൻ ലോകം സന്ദർശിക്കുന്നത് കൊണ്ട് എനിക്ക് മാത്രമേ വിവരമുള്ളൂ എന്നാണ് അവന്റെ വിചാരം. അപ്പൊ ഇവന്റെ കൂടെ ലോകം സന്ദർശിച്ചിരുന്നവന്റെ ഒരു കാമുകിയുണ്ട്. ഈ പുള്ളിക്കാരനൊരു ഇസ്ലാം സമുദായത്തിൽപ്പെട്ട ആളാണ്. കൂടെ നടന്നിരുന്ന ഒരു കാമുകി, പുള്ളിക്കാരിയും ഈ ലോകം സഞ്ചരിക്കുന്ന ആളാണ്. കാമുകി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണെന്ന് തോന്നുന്നു. അവര് ബ്രേക്കപ്പായി, അവര് സ്നേഹിച്ചിരുന്നു, അതെന്തോ ആയിക്കൊള്ളട്ടെ. പിന്നീട് ഈ കാമുകി വന്ന് വെളിപ്പെടുത്തുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു നമ്മുടെ മാധ്യമങ്ങളിൽ. ആ കാമുകി പറഞ്ഞിരുന്നത്, യവൻ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവൻ ഭയങ്കര ഓർത്തഡോക്സ് ആണ്, യവൻ മതം തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ്. കാരണം സ്ത്രീകൾ പറക്കട്ടെ, 6 മണിക്ക് ശേഷം അവർ പുറത്തിറങ്ങട്ടെ എന്നൊക്കെ അവൻ ടിവിയുടെ മുമ്പിൽ ഒന്ന് പറയുമെങ്കിലും ടിവിക്ക് പുറകെ അവൻ വേറൊരാളാണ്. അതുകൊണ്ട് അവനൊരു വേട്ടാവളിയല്ല, അവനെ നമുക്ക് പിടിക്കേണ്ട ആവശ്യമേ ഇല്ല. ഞാൻ ഭയങ്കരമായിട്ട് കത്തുന്നതിൽ അത് ഞാൻ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയൊരു കൗതുകം. ഞാൻ പുള്ളിയുടെ വീഡിയോയിൽ പറയുന്നത് അങ്ങനെ, ഇപ്പൊ ഒരു നമ്മളൊരു സഞ്ചാരം ഒരിടത്ത് ഒരു ബ്ലോഗർ പോകുമ്പോൾ നമ്മൾ അതിന്റെ ആധികാരികതമായിട്ടുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. അവിടുത്തെ ജീവിത രീതി, സംസ്കാരം, ചരിത്രം, പൊളിറ്റിക്സ് ഇതൊക്കെയാണ്. ഈ സന്തോഷ് ജോർജ് കുളങ്ങര അജയനായിട്ട് ഈ മേഖലയിൽ ഇപ്പോഴും നിൽക്കുന്നതിന്റെ കാരണം. ഇവര് പോയിട്ട് കുളിസീൻ എടുക്കുക, ഇവര് പോയിട്ട് കുളിസീൻ എടുക്കുക, ചിക്കൻ കറി വെക്കുക, അങ്ങനെയൊക്കെ ഉള്ള ചില ഊളപ്പരിപാടികൾ കാണിച്ചിട്ട് പോകുന്നൊരു സാധനം. അപ്പൊ ഈ പയ്യൻ അങ്ങനെ പറയുന്നത് കേട്ടു. അതായത് ഇന്ത്യൻ പാസ്പോർട്ട് കൊണ്ട് എല്ലായിടത്തും കടന്നു ചെല്ലാനുള്ള ലൈസൻസ് അല്ല ഇന്ത്യൻ പാസ്പോർട്ട്. ഇന്ത്യൻ പാസ്പോർട്ട് എടുത്തിട്ട് ഇപ്പൊ വേറെ ഏതെങ്കിലും രാജ്യത്തിന് സൗകര്യം ഉണ്ടെങ്കിൽ നമ്മളെ വിസ തന്നാൽ മതി, തരത്തുള്ളൂ. അതായത് ഓരോ രാജ്യത്തിന്റെയും പ്രിവിലേജ് ആണ് അത്. അതിൽ കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. അല്ലാതെ ഞാൻ ഇന്ത്യക്കാരനായി പോയതിൽ അപമാനം നീ അവിടെ നിൽക്കണം. അതെ, നമ്മുടെ രാജ്യത്തേക്കും എല്ലാവർക്കും വരാൻ കഴിയുമോ? ഇല്ല.
ഇനി ഉം. അപമാനമാണ് ഇന്ത്യൻ രാജ്യത്തെ കുറിച്ചെങ്കിൽ അദ്ദേഹം അവിടെ നിൽക്കുന്നതായിരിക്കും നല്ലത്. അവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ, സിറിയ ഉണ്ട്, അഫ്ഗാനുണ്ട്, അവിടെ പോയി നിൽക്കുന്നതായിരിക്കും. എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത് അപമാനം സഹിച്ച്? അതായത് ഈ രണ്ട് തന്തമാരുള്ള ആളുകൾ കുറെ പേര് നമ്മുടെ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് മലയാളികൾക്കുണ്ട്. അതായത് ട്രംപിനെ ഉം. അമേരിക്കയും തന്റെ മാതൃരാജ്യമായി കാണുകയും ഇന്ത്യ എങ്ങനെയും നശിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം. മറ്റൊരു ഉം. വിഭാഗം എങ്ങനെ പോയാലും ഈ രാജ്യം നശിക്കണം, ഭാവിയിൽ IS ഇവിടെ ഭരണം നടത്തണമെന്ന് കരുതുന്ന രണ്ടുപേര്. സാധാരണ പിറന്ന അതെ. നാടിനെയും പെറ്റമ്മയും നമ്മൾ ഒരുപോലെയാണ് കാണുന്നത്. അതാണ് നമ്മുടെ ഈ ഭാരതത്തിന്റെ ഒരു സ്ലോഗൻ തന്നെ. ലോകത്തെല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇവിടെ മാത്രം നേരെ തിരിച്ചാണ്. ഒരു ചെറിയ വിഭാഗം, അവരിപ്പോൾ വളരെ ന്യൂനപക്ഷം മാത്രമാണ്. അവര് ഭൂരിപക്ഷമാകാൻ ഉം. ഇനി ഒരു സാധ്യതയും നിലവിലില്ല. അവര് പിന്നെ ഈ വീഡിയോയിലൊക്കെ വന്ന് ഞങ്ങൾ ഭൂരിപക്ഷമാകും എന്നൊക്കെ വെറുതെയാണ്, ഒന്നും സംഭവിക്കില്ല. ഇനി നമ്മൾ ഈ ഉം. കാര്യത്തിലേക്ക് വരുമ്പോൾ, ഈ അഫ്ഗാനിസ്ഥാനുമായിട്ട് ഈ ട്രംപ് പാകിസ്ഥാനെ കൂട്ടുപിടിക്കുമ്പോൾ ഇവിടെ ബഹുഭൂരിപക്ഷം പേരും കരുതിയിരുന്നത് ഈ പാകിസ്ഥാനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇപ്പോൾ ഇന്ത്യ തകർത്ത് കളയും. ട്രംപ് പാകിസ്ഥാന്റെ കൂടെ നിൽക്കുന്നുണ്ട്, അതിന് ഇന്ത്യ ഭയക്കണം. ഇന്ത്യ എന്തുകൊണ്ട് ഭയക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ കാരണമുണ്ട്. നമുക്കൊരു നയമുണ്ടായിരുന്നു നരേന്ദ്രമോദി കയറുമ്പോൾ, ചേരിചേര എന്ന് പറയുന്ന ഒരു നയമുണ്ടായിരുന്നു. ഇപ്പോഴും ആ നയം അതേ കണക്കാനും നിൽക്കുന്നുണ്ട്. അതിങ്ങനെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് മോളിൽ, തലയ്ക്ക് മുകളിൽ, ചേരിചേര. പക്ഷെ ചേരിചേര അല്ല ഇപ്പൊ നമ്മൾ നടക്കുന്നത്. പ്രായോഗിക നയതന്ത്രം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മൾ ഈ ലോകത്തിന്റെ ഒക്കെ നന്മ വിചാരിച്ചുകൊണ്ടും ധനുഷ് നേരത്തെ വന്നൊക്കെ സമാധാന ചർച്ചകൾ നടത്തിക്കൊണ്ടും നടന്നിട്ട് ഒരു കാര്യവുമില്ല. നമുക്ക് എന്താണോ വേണ്ടത് അത് നിൽക്കുക. അതാണ് പ്രായോഗിക നയതന്ത്രം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ ഗസയില് ഉം. ഈജിപ്തിൽ നടക്കുന്ന പീസ് സബ്മിറ്റില് മോദി പോകേണ്ട ഒരു കാര്യവും ഇല്ല. പോയിട്ട് ഇപ്പൊ എന്തായി? ഇന്നലെ 93 പേരെ അമാര് വന്നത്. ഇസ്രായേല് ഹമാസുകാരെ അടിച്ചില്ലേ? ഹമാസുകാർ 7000 പേര് ആയുധമായിട്ട് തെരുവിലിറങ്ങിയിട്ടുണ്ട്. എന്തായി പോയത്? അത് ട്രംപിന് നോബൽ പ്രൈസ് കിട്ടാൻ മണിക്കൂറുകൾക്ക് മുമ്പ് ട്രംപ് നടത്തിയ ഒരു ഡ്രാമ. ആ ഡ്രാമയിൽ കുറെ പേര് പോയി ഒപ്പിട്ടു. ഇതൊക്കെ പാടിപ്പോഴത്തവരൊന്നും ഇപ്പൊ കാണാനേ ഇല്ല. ഇത്രയുള്ള സാധനം. അപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമില്ല. അവിടെ സംഭവിച്ചു നോക്കൂ. താലിബാൻ കയറി കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ എല്ലാവരും പറഞ്ഞു താലിബാൻ ഇന്ത്യ വിരുദ്ധരാണ്, ഇനിയിപ്പോ പാകിസ്ഥാനും താലിബാനും ചേർന്ന് ഇന്ത്യയെ ആക്രമിക്കും, വലിയ പ്രശ്നമാകും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവിടെ സംഭവിച്ചത് എന്താണെന്ന് ഇവിടെയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന ബുദ്ധിമാനായ ഒരു ഭരണാധികാരി. ഇപ്പൊ ഇത് ഞാനിത് പറയുമ്പോൾ എല്ലാവരും പറയും മോദിയെ പുകഴ്ത്തുകയാണ്. എനിക്ക് മോദിയെ പുകഴ്ത്തിട്ട് ഒരു കാര്യവുമില്ല. ഞാൻ ബേസിക്കലി BJP മെമ്പർഷിപ്പ് ഉള്ള ഒരു പാർട്ടി പ്രവർത്തകരൊന്നും അല്ല ഞാൻ. അപ്പോ ഉള്ളത് കണക്ക് പറയുക എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് ഈ പിന്നെ അവിടെ അജിത് ഡോവലിനെ കളത്തിലിറക്കിക്കൊണ്ടാണ് ആ നീക്കം നടന്നത്. ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇതാണ് ഞാൻ പറയുന്നത്. നമ്മൾ ആ ദൈനംദിന വാർത്തകൾ ശ്രദ്ധിക്കുമ്പോഴാണ് നമുക്ക് ഈ കാര്യം മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പ്രേക്ഷകരോട് പറഞ്ഞത്, ന്യൂസ് ഇന്ത്യ മലയാളം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മറ്റൊരു ചാനലുണ്ട്, അതിലെ വാർത്തകൾ നിങ്ങൾ കാണണം. അതായത് ഓരോ നിമിഷത്തിലും നടക്കുന്ന അപ്ഡേറ്റ് ആയിട്ടുള്ള വാർത്തകൾ ഞങ്ങൾ അതിൽ കൊടുക്കും. അതും കൂടെ കണ്ടു കഴിയുമ്പോഴാണ് അതെ. നമുക്ക് ഈ വാർത്ത കാണുമ്പോൾ അത് മനസ്സിലാകുന്നത്. 2021 താലിബാൻ അധികാരത്തിലേറി. അന്ന് ഇവിടെ എല്ലാവരും പറഞ്ഞു ഇന്ത്യയെ ഇപ്പൊ തീർത്തു കളയും. അത് താലിബാനിലുള്ള ചില നേതാക്കന്മാരും പറഞ്ഞു അടുത്ത ലക്ഷ്യം ഞങ്ങൾക്ക് ഇന്ത്യയാണ്. അപ്പൊ തന്നെ കാശ്മീർ കൊടി തയ്ച്ചു. താലിബാൻ കാശ്മീർ, താലിബാൻ കേരളം എന്നൊക്കെ ഉള്ള മോഡലിൽ കൊടി തയ്ച്ചു, യൂണിറ്റ് ഉണ്ടാക്കി, സേഫ് സെൽ ഉണ്ടാക്കി, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. ഒറ്റ ദിവസം അവന്മാരത് പറഞ്ഞുള്ളൂ. പിറ്റേ ദിവസം അവന്മാർ നിർത്തി. ഉം. അവിടെ നടന്ന കാഴ്ച എന്തായിരുന്നു? ആഗസ്റ്റ് മാസത്തിൽ, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ധനുഷിന് ഓർമ്മയുണ്ട്, പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും. 2021 ആഗസ്റ്റ് മാസത്തിൽ താലിബാൻ അധികാരം പിടിച്ചതിന്റെ പിറ്റേ ദിവസം ഇന്ത്യക്കാരെ തിരിച്ചു കൊണ്ടുവരുവാൻ നരേന്ദ്രമോദി, എനിക്ക് ഹർജിത് സിംഗ് പുരി ആയിരുന്നു അന്ന് മന്ത്രി എന്നാണ് എന്റെ ഒരു ഓർമ്മ. വ്യോമയാന മന്ത്രി അദ്ദേഹമായിരുന്നു. വിമാനങ്ങൾ അയക്കുന്നു. അപ്പൊ എല്ലാവരും പറഞ്ഞു ദൈവമേ, അവിടെ വിമാനം പണ്ട് കണ്ടഹാറിലേക്ക് ഒരു വിമാനം തട്ടിക്കൊണ്ടുപോയതാണ്, അപ്പൊ ഇത് പ്രശ്നമാണ്. ഒന്നും സംഭവിച്ചില്ല. അവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന സിഖുകാരാണ്. ഏതാണ്ട് 6000-ഓളം സിഖുകാരുണ്ട് അവിടുത്തെ സിറ്റിസണാണ്. അപ്പൊ അവിടെ ഗുരുദ്വാരകളും മറ്റുമൊക്കെ ഉണ്ട്. അതിനെ ആക്രമിക്കുന്നു. അതായിരുന്നു ഇവിടുത്തെ വലിയ വാർത്ത. അയ്യോ, അവിടെ ഹിന്ദുക്കളെ ആക്രമിക്കുന്നു, ഇന്ത്യക്കാരെ ആക്രമിക്കുന്നു, വലുതായി. പിന്നെ കാണുന്ന കാഴ്ച എന്താണ്? താലിബാൻകാർ തോക്കുമായിട്ട് ഈ ഗുരുദ്വാരകൾക്ക് കാവൽ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ കഴിയും. ഇതെങ്ങനെ സാധ്യമായി? ഉം. അവർക്ക് എങ്ങനെയാണ് അവരുടെ ഇന്ത്യ വിരോധം അലിഞ്ഞത്? അപ്പൊ തുടങ്ങിയ പണി ആയിരിക്കില്ലല്ലോ. അധികാരത്തിൽ കയറി കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ അവർക്ക് മനസ്സ് മാറാൻ യാതൊരു സാധ്യതയുമില്ല. ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ താലിബാൻ എന്ന് പറയുന്ന ആ സംഘടന ഒരിക്കലും ജനാധിപത്യത്തിലേക്ക് വരികയോ അവർ ഭീകരന്മാരല്ലാതെ ആകുകയോ ചെയ്യുന്നില്ല. ഭീകരന്മാർ തന്നെയാണ് അവര്. കടുത്ത ഓർത്തഡോക്സ് തന്നെയാണ്. അതൊന്നും അവർ മാറില്ല. അവര് മാറുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ അവരെ ഒറ്റപ്പെടുത്തി നിർത്തിയാൽ നഷ്ടം നമുക്കേ ഉള്ളൂ. അവര് മാറുകയോ മാറാതിരിക്കുകയോ എന്നുള്ളതല്ല, നമുക്കെന്ത് നേട്ടം ഉണ്ടാക്കാൻ പറ്റും? എന്തുകൊണ്ടാണ് താലിബാൻ സഡനായിട്ട് അന്നത്തെ കാലത്ത് 2021 ആഗസ്റ്റിൽ അവർ അധികാരത്തിൽ ഏറ്റെടുത്തപ്പോൾ മുതൽ ആക്ഷൻ എടുത്ത്? എന്തുകൊണ്ടായിരിക്കും? അപ്പൊ അതിന് മുമ്പേ പണി അവിടെ തുടങ്ങിയിട്ടുണ്ടാകുമല്ലോ താലിബാനുമായിട്ട്, ഇല്ലേ? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്ത്യക്ക് അതിന് മുമ്പിരുന്ന ഭരണകൂടവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ പാർലമെന്റ് പോലും ഇന്ത്യയാണ് നിർമ്മിച്ചു നൽകിയിരിക്കുന്നത്. നല്ല ബന്ധമുണ്ടായിരുന്നു. താലിബാനുമായിട്ട് തന്നെ അന്ന് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുത്തിരുന്നു. അതിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്നത് അജിത് ഡോവലാണ് എന്നാണ് പുറത്തു വരുന്ന വിവരം. അവരോട് ഒറ്റ കണ്ടീഷനാണ് ഇന്ത്യ മുമ്പോട്ട് വെച്ചത്: നിങ്ങളുടെ മണ്ണ് ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കാനായിട്ട് കൊടുക്കരുത്. കാരണം പാകിസ്ഥാന്റെ ഭീകരന്മാരിൽ ഏറെ പേരും
ഈ പറയുന്ന ഈ അഫ്ഗാനിസ്ഥാൻ ടെറിട്ടറിയിലാണ് അവരുടെ പരിശീലനം പറ്റി നടത്തുന്നത്, അതുകൊണ്ട് നിങ്ങൾ അത് അനുവദിക്കരുതെന്ന് പറഞ്ഞു. താലിബാൻ അത് കേൾക്കുകയും ചെയ്തു. അവിടെ നിന്നുകൊണ്ടാണ് ചിന്ന ഭിന്നമായി പോയ ബലൂചിസ്ഥാനിലെ സംഘടനകൾ, 8ഓളം സംഘടനകൾ ഉണ്ടായിരുന്നു ബലൂചിസ്ഥാൻ. ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയൊക്കെ ആകെപ്പാടമ്പെ തകർന്നു പോകാനുള്ള കാരണം വെച്ചാൽ ഈ അഫ്ഗാനിൽ അമേരിക്കൻ സൈന്യം ഉണ്ടായിരുന്നതും പാകിസ്ഥാനും ശക്തമായി പിടിമുറുക്കി കഴിഞ്ഞപ്പോഴത്തേന് ഇവർക്ക് ഫണ്ട് ഇല്ലാതായി, ആയുധങ്ങളില്ലാതായി, ഇവരെ തച്ച് തകർത്തായിരുന്നു. ആ 8 സംഘടനകളും ഒരു സുപ്രഭാതത്തിൽ ഒന്നിക്കുന്നു, ഒറ്റ സംഘടനയാകുന്നു. നമ്മുടെ ലക്ഷ്യം ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യം. അങ്ങനെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഒരു സ്ട്രോങ് ഓർഗനൈസേഷനായി മാറുകയാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് അഫ്ഗാൻ വഴി ഇന്ത്യ നടത്തിയ നീക്കമാണ്. അതിന് ചുക്കാൻ പിടിച്ചത് ഡോവലാണ് എന്ന് ഇപ്പോൾ പറയുന്നു. ഏകദേശം നമ്മൾ ചിന്തിക്കുമ്പോഴും ആ ലൈനിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതാണോ അല്ലയോ എന്നുള്ളത് ഡോവൽ പറയണം. ഇല്ലെങ്കിൽ ഈ അഫ്ഗാനിലെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ നേതാവ് ഇവർ രണ്ടുപേരും പറയാത്തത്തോളം കാലം തെളിവുകൾ നമ്മുടെ കയ്യിലില്ല. പക്ഷെ നമ്മൾ ലോജിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയും. താലിബാൻ സ്വിച്ചിട്ട് കണക്ക് അവരുടെ ആക്രമണം അവർ അധികാരത്തിൽ കയറിയതിന്റെ പിറ്റേ ദിവസം നിർത്തുകയും ഒപ്പം തന്നെ ഈ ഗുരുദ്വാരകൾക്കടക്കം അവർ സെക്യൂരിറ്റി നൽകുകയും ചെയ്തത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത നയതന്ത്രമല്ല. അതിനു മുമ്പ്, അതായത് 2021 മുമ്പ് ഇത്തരം ബാക്ക്ഡോർ സംഭാഷണങ്ങൾ ഇന്ത്യ നടത്തിയിട്ടുണ്ടാകണം. 2014 മോദി അധികാരത്തിൽ വരുന്നത്. അതിനുശേഷം നടത്തിയിട്ടുണ്ടാകണം, അനവധി സംഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ടാകണം. ആ സമയത്ത് ചില മാധ്യമങ്ങൾ പറഞ്ഞു ഈ സംഘികൾ ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒളിഞ്ഞും തെളിഞ്ഞു, ഇമാര് പുറത്തിങ്ങനെ പറയുന്നെങ്കിലും ചെയ്യുന്നുണ്ടെന്നൊക്കെ ചിലരന്ന് പറഞ്ഞിരുന്നു. അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഇനി നമുക്ക് ലോകം അറിഞ്ഞിട്ടുള്ളത് 2022 ഇന്ത്യ ഒരു സാങ്കേതിക ടീമിനെ അഫ്ഗാനിസ്ഥാനിലേക്ക് വിടും. ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ നൽകുന്ന സഹായമൊക്കെ കൃത്യമായിട്ട് എത്തുന്നുണ്ടോ എന്നറിയുന്ന ഒരു സംഘം 2022 മുതൽ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ലക്ഷ്യം ഇതാണ് എന്നാണ് പുറമേ പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇത് 2023 ആയപ്പോഴേക്കും താലിബാന്റെ ഒരു അംഗത്തെ, അതായത് താലിബാൻ ഭരണകൂടമാണല്ലോ ഇപ്പോൾ അവിടെ ഭരിക്കുന്നത്, താലിബാന്റെ ഒരു അംഗത്തെ നമ്മൾ മുംബൈയിലും ഹൈദരാബാദിലുമുള്ള അഫ്ഗാൻ കോൺസുലേറ്റിൽ നിയമിക്കുന്നു. അതിനുശേഷം നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ ഇവരുമായിട്ട് ദോഹയിലും ദുബായിലും വെച്ച് നിരന്തരമായിട്ടുള്ള സംഭാഷണങ്ങളാണ്, രഹസ്യ ചർച്ചകൾ എന്ന് തന്നെ നമുക്ക് പറയാം, ബാക്ക്ഡോർ സംഭാഷണങ്ങളാണ് നടക്കുന്നത്. ഏറ്റവും ഒടുവിൽ നടന്ന സംഭാഷണം നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്ട്രിയും മുത്താക്കിയും തമ്മിൽ ദുബായിൽ ഒരു കൂടിക്കാഴ്ച നടന്നു. ദുബായിലല്ല, അഫ്ഗാനിസ്ഥാനിൽ ഒരു കൂടിക്കാഴ്ച നടന്നു. അപ്പോഴേ തന്നെ നമ്മളടക്കം പറഞ്ഞു ഇത് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞു. കാരണം ഒഫീഷ്യലായിട്ട് ആണ് അന്ന് അദ്ദേഹം അവിടെ ചെല്ലുന്നത്, ഒഫീഷ്യലാണല്ലോ. അതിന് മുമ്പൊക്കെ ഉദ്യോഗസ്ഥന്മാരാണ്. ഇപ്പൊ നമുക്ക് പഴിചാരാൻ പറ്റാം, ഉദ്യോഗസ്ഥന്മാരില്ല, അവിടെ അരി കിട്ടുന്നുണ്ടോ എല്ലാവർക്കും കൃത്യമായിട്ട്, ഗോതമ്പ് ഞങ്ങൾ കൊടുക്കുന്നതൊക്കെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ എന്നൊക്കെ അതിനെ അളവെടുക്കാനൊക്കെ പോയി നിൽക്കുന്നവരാണെന്ന് പറയാമായിരുന്നു. പക്ഷെ ഇതങ്ങനെയല്ല, ഡയറക്റ്റ് അവിടെ പോയി ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ ഒരു തീരുമാനം എടുക്കുന്നു, നമുക്കിനി രഹസ്യ ചർച്ച വേണ്ട, എന്തായാലും എല്ലായിടത്തും അറിഞ്ഞു, അപ്പൊ ഇനി നമുക്കിനി പരസ്യമായ ബാന്ധവമാകാം എന്ന് പറയുകയും 2024 തൊട്ട് ഇന്ത്യയുടെ കൂടെ, എനിക്ക് തോന്നുന്നു പഹൽഗാം ഭീകരാക്രമണം നടന്നപ്പോൾ ഇന്ത്യക്ക് വേണ്ടി കട്ട സപ്പോർട്ടുമായിട്ട് രംഗത്തെത്തിയ ഒരു രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. അതിനെ ശക്തമായി അപലപിക്കുകയും ചെയ്തു. അതാണ് ഇപ്പൊ പാകിസ്ഥാന് ചൊറിച്ചിൽ വരാൻ കാരണം. ഒരു സംയുക്ത പ്രസ്താവന ഇറക്കി, അതിനകത്ത് ഈ പഹൽഗാം ഭീകരാക്രമണം പറയുന്നുണ്ട്, അവിടെ വരുന്നു. അതിനുശേഷം ഈ സിന്ദൂറുമായിട്ടുള്ള വിഷയം വരുന്നു. ഈ സിന്ദൂറുമായിട്ടുള്ള വിഷയം ഉണ്ടാകുമ്പോൾ എല്ലാവരും കരുതിയത് എന്താണ്, ഒരുപിടി ആളുകളെങ്കിലും കരുതിയിട്ടുണ്ടാകും അമേരിക്ക പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യും. അമേരിക്ക മാക്സിമം നമ്മളെ വരട്ടിയായിരുന്നല്ലോ, അവർ നിങ്ങളെ തീർത്ത് കളയും എന്നൊക്കെ പറഞ്ഞ് ഫോൺ കോളുകൾ വന്നതൊക്കെ നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടതാണ്. അപ്പോൾ വരട്ടിയിരുന്നു. ചൈന അവരുടെ കൂടെ നിൽക്കും, പാകിസ്ഥാന്റെ കൂടെ നിൽക്കും, എന്ത് ചെയ്യും. പക്ഷെ ഇവരാരും അറിയാതെ അതിനപ്പുറത്തേക്ക് നമ്മളൊരു നല്ല ബന്ധം, അതായത് പാകിസ്ഥാനെ ഇവരൊക്കെ സഹായിക്കുമെന്ന് പറയുമ്പോഴും ഇന്ത്യ അനങ്ങാത്തതിന്റെ കാരണം പാകിസ്ഥാനെ 2 സൈഡല്ല 3 സൈഡും പരിഞ്ഞു മുറുക്കിയിട്ട് ആളെ നിർത്തിയിട്ടാണ് നമ്മൾ അടിക്കാൻ നിൽക്കുന്നത്. പിന്നല്ലേ ഇവൻ പറയുന്നത്. അതായത് എന്താണ് 3 സൈഡ് എന്ന് ഞാൻ പറയാൻ കാരണം, ഇവരുടെ പടിഞ്ഞാറ സൈഡ് എന്ന് പറയുന്നത് അഫ്ഗാനാണ്, താലിബാൻ സേനയാണ്. അവർ അതിർത്തിയിലേക്ക് അവരുടെ സൈന്യത്തെ നീക്കിയിരുന്നു. ബലൂചിസ്ഥാനും പക്തൂണും അടക്കമുള്ള ഇവരുടെ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് അവരും രംഗത്തിറങ്ങി, കളത്തിലിറങ്ങി. പിന്നുള്ളത് ഇന്ത്യക്കാണ്. 3 ഭാഗവും അടച്ചിട്ടിട്ടാണ് പാകിസ്ഥാനെ നമ്മൾ അടി കൊടുത്തത്. അതാണ് ആരുടെയും വരട്ടിൽ നമ്മൾ വീഴാതിരുന്നത്. അമേരിക്ക കടന്ന് വരട്ടിട്ട് നമ്മൾ അതിൽ വീഴാതിരുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതായിരുന്നു. നമുക്ക് നന്നായിട്ട് അറിയാം. ഇന്നലെ അഫ്ഗാനിസ്ഥാന്റെ ഒരു മന്ത്രി പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്, നമ്മുടെ ന്യൂസ് ചാനലിൽ നമ്മളത് കൊടുത്തിട്ടുണ്ട്. ആ പ്രസ്താവനയിൽ ആ മന്ത്രി പറയുന്ന കാര്യം എന്താണെന്ന് അറിയാവോ? ഇനി ഒരു വിഷയമുണ്ടായാൽ ഞങ്ങൾ നിങ്ങളെ അടിക്കും, മുനീറെ എന്ന് പറഞ്ഞിട്ടാണ്, മുനീറിനെയാണ് താക്കീത് കൊടുത്തിരിക്കുന്നത്. മുനീറെ നിങ്ങളെ അടിക്കും, നിങ്ങളെ ഇന്ത്യൻ അതിർത്തി വരെ ഞങ്ങൾ നിങ്ങളെ ഓടിച്ചിട്ടടിക്കും, നിങ്ങൾക്ക് ഒളിത്താവളങ്ങൾ പോലും കിട്ടില്ല, പിന്നെ ഇന്ത്യൻ അതിർത്തി ചെന്നാൽ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ എന്നാണ് അഫ്ഗാനിസ്ഥാന്റെ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു സൈഡിൽ നിന്ന് ഞങ്ങൾ അടിച്ച് നിരപ്പാക്കും, അടുത്ത സൈഡിൽ നിന്ന് അവന്മാരും അടിക്കും, അതുകൊണ്ട് നിന്റെ കാര്യം കട്ടപ്പോകയാ, മര്യാദക്കൊക്കെ ആയിരിക്കണം മുമ്പോട്ട് പോകണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ എത്തി ഇന്ത്യൻ എംബസി ഒഫീഷ്യലായിട്ട് തുറക്കാൻ തീരുമാനിച്ചു. അഫ്ഗാനിസ്ഥാൻ ഒഫീഷ്യലാണ് തുറക്കാൻ തീരുമാനിച്ചു എംബസി.
ഈ ആ പ്രസ്താവന, അതായത് നമ്മുടെ എസ് ജയശങ്കർ മുത്തഖീം തമ്മിൽ നടത്തിയ സംയുക്ത പ്രസ്താവന പഹൽഗാമിനെ കുറിച്ചിട്ട് അഫ്ഗാൻ പറയുന്നുണ്ട്. ആ പ്രസ്താവനയിൽ 4-5 തവണ എസ് ജയശങ്കർ പറഞ്ഞൊരു വാചകമുണ്ട്, നമ്മുടെ അയൽക്കാർ അതിർത്തി പങ്കിടുന്നവർ എന്ന് എടുത്തെടുത്തെടുത്തു പറഞ്ഞു. അതെവിടെയാണ്? നമ്മൾ അതിനെക്കുറിച്ച് വിശദമായി കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നു. POKയും അഫ്ഗാനുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശത്തെ കുറിച്ച് എന്ന് എടുത്തെടുത്ത് പറഞ്ഞിരുന്നു. അപ്പോ ഇങ്ങനെയൊക്കെ ഉള്ള അനവധി കാര്യങ്ങളുമായി, അതായത് ഇനിയുള്ള കാലത്ത് നമ്മളിപ്പോൾ അഫ്ഗാനിസ്ഥാനെയും താലിബാനെയും ഒറ്റപ്പെടുത്തിയതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. ഇതേപോലെ മാനസികാവസ്ഥയുള്ളവരായിരുന്നു ബ്രിട്ടൻ അടക്കമുള്ള യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ. ആര് വന്നാലും അവർ സ്വാഗതം ചെയ്യും, മാനുഷികാവകാശ കാര്യങ്ങൾ പറയും, അവർക്ക് വേണ്ട കാര്യങ്ങൾ കൊടുക്കും. ഇപ്പോഴെന്തായി ഇപ്പൊ അവിടെ വന്നു കയറിയ വിരുന്നുകാരും ഇവര് കൊണ്ടുവന്ന അവന്മാരും ഒക്കെയാണ് ഇപ്പൊ അവിടെ ഭരണം നടത്തുന്നത്. തദ്ദേശീയർക്ക് നിലയില്ലാതായി. ഇവിടെയാണ് മോദി ആ തീരുമാനം അങ്ങ് മാറ്റിവെച്ചു. നമുക്ക് ഗുണമുള്ളതും നമുക്ക് വേണ്ടവന്മാരും കൂടെ നിർത്തുക, അവരെന്തു ആയിക്കോട്ടെ, നമ്മൾ അവരെ ചേർത്ത് നിർത്തി മുൻപോട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ മുമ്പോട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആർജവത്തോടെ പറഞ്ഞത് റഷ്യയുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ എണ്ണ വാങ്ങും. ഇപ്പൊ ട്രംപ് എന്താ പറയുന്നത്? എണ്ണ വാങ്ങി, ഇനി ഇന്ത്യക്കെതിരെ ഞങ്ങൾ ഡബിൾ താരിഫ് ഇന്ന് പറഞ്ഞിരിക്കുന്ന ഡയലോഗാ. അങ്ങനെയാണെങ്കിൽ മോദി വിളിച്ചു എന്ന് പറഞ്ഞ കള്ളം പൊളിഞ്ഞില്ലേ അവിടെ? മോദി ട്രംപിനെ വിളിച്ച് എണ്ണ വാങ്ങൽ നിർത്തി എന്ന് പറഞ്ഞാൽ ട്രംപ് തന്നെ പൊളിച്ചു. കാരണം എണ്ണ കൂടുതൽ വാങ്ങുന്ന റഷ്യ. ഇപ്പം ട്രംപ് എന്താ പറയുന്നത്? ലേറ്റസ്റ്റ് ഇന്ത്യക്കെതിരെ കൂടുതൽ ഉപരോധങ്ങൾ കൊണ്ടുവരും, താരിഫ് ഞാൻ വീണ്ടും ഡബിൾ ആക്കുമെന്ന്. ഓൾറെഡി താരിഫ് കൂട്ടിക്കഴിഞ്ഞു, ഇനി ഡബിൾ ആക്കിയാലും ട്രിപ്പിൾ ആക്കിയാലും ഒരേ എഫക്ട് തന്നെ ഉണ്ടാകത്തുള്ളൂ. മറ്റൊന്ന്, ഇന്ത്യ എന്താണ് മറുപടി കൊടുത്തത്? റഷ്യയുടെ നിന്ന് ഞങ്ങൾ എണ്ണ വാങ്ങിയില്ലെങ്കിൽ ഇറാന്റെ കയ്യിൽ നിന്നും വെനുസുലയുടെ കയ്യിൽ നിന്നും ഞങ്ങൾ എണ്ണ വാങ്ങുമെന്ന് ആർജവത്തോട് പറയാൻ ഒരു ഭരണാധികാരി ഇവിടെ ഉണ്ടായിരുന്നു. അതല്ലാതെ അടി വാങ്ങിക്കൂട്ടിയിട്ട് അമേരിക്ക പറയും നിങ്ങൾ തിരിച്ചടിക്കരുതെന്ന് പറയുമ്പോൾ കേട്ടോണ്ടിരിക്കുന്ന ഒരു ഭരണകൂടം അല്ലിത്. അതുകൊണ്ട് ഈ ഭരണകൂടത്തെ താഴെ ഇറക്കുക എന്നുള്ളതാണ് ഒരു വിഭാഗം ആളുകളുടെ ഒരു വലിയ ശ്രദ്ധ. അത് നടക്കാൻ പോകുന്ന ഒരു കാര്യമല്ല. ഇനി ഇന്ത്യയിൽ അത് സാധ്യമേ അല്ല. കാരണം ഇനി കാരണം ജനങ്ങൾക്ക് സെക്യൂരിറ്റി നൽകുന്ന ഒരു ഭരണം, അതിന് മോദി എന്ന് പറഞ്ഞൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ള എനിക്ക് ചിലപ്പോഴൊക്കെ അദ്ദേഹം ഒരു സൈന്യാധിപനായിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ മൂവ് അതുപോലെയാണ്. അതായത് ഈ പാകിസ്ഥാനെ നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോഴും അവരുടെ ഭീഷണികളെ നമ്മൾ വകവെക്കാൻ മുമ്പോട്ട് പോകുമ്പോഴും പാകിസ്ഥാനെ 3 ചുറ്റും വളഞ്ഞ് നമ്മൾ ആളെ നിർത്തിയിരിക്കുക. ഇവിടുന്ന് ഒരു വിസിലടിച്ചാൽ, ഇല്ലെങ്കിൽ ഇവിടുന്ന് ഒരു നിർദ്ദേശം പോയി കഴിഞ്ഞാൽ കയറി നിറങ്ങാൻ അവിടെ ആളുണ്ട്. ചറപറ എപ്പോഴെന്താണ്? പാകിസ്ഥാൻ ഉറക്കം നഷ്ടപ്പെട്ട രാത്രിയാണ്. എവിടെയാണ് ബോംബ് പൊട്ടുന്ന അറിയാൻ കഴിയില്ല, എവിടെയാണ് എന്തും സംഭവിക്കുന്ന അറിയാൻ കഴിയില്ല. അരക്ഷിതാവസ്ഥയിലേക്ക് പോകും. ഇതുപോലെ ഈ ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം 60 വർഷക്കാലം ഒരു ഇന്ത്യക്കാരൻ അനുഭവിച്ച വേദനയാണ് ഇന്ന് പാകിസ്ഥാനി അനുഭവിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ രാജ്യം ഭരിച്ച കോൺഗ്രസും വിദേശ രാജ്യങ്ങളും എല്ലാം ചേർന്ന് ഇന്ത്യക്കാരൻ്റെ ഉറക്കം 60 വർഷമായിരുന്നു. നമ്മുടെ മക്കളൊക്കെ എവിടെങ്കിലുമൊക്കെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ, ബാംഗ്ലൂർ ആയിക്കോട്ടെ എവിടെങ്കിലും, ബോംബ് സ്ഫോടനം എന്ന് TV-യിൽ എഴുതി കാണിക്കുമ്പോൾ ഈ അമ്മമാര് നെഞ്ചത്ത് കൈവച്ചുകൊണ്ടാണ് ആ TV-യുടെ മുമ്പിൽ ഇരിക്കുന്നത്. ആ സ്ഫോടനത്തിൽ എൻ്റെ മകനുണ്ടോ മകളുണ്ടോ എന്ന് അറിയാൻ മേലാതെ. ഇന്ന് ആ കാലം പോയിരിക്കുന്നു. അവിടെയാണ് നമ്മൾ ഈ മോദി സർക്കാരിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലാതെ BJP കാരനായതുകൊണ്ടല്ല നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. ആ നിലയിലേക്ക് നമ്മുടെ രാജ്യം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെയാണ് മോദി ചെയ്തത് എന്താണ്? ശത്രുവിന്റെ ശത്രു മിത്രം. ചൈനയെങ്കിൽ ചൈന, അഫ്ഗാനിസ്ഥാനെങ്കിൽ അഫ്ഗാനിസ്ഥാൻ. കാരണം ഇതിനകത്ത് ശാശ്വതമായ സ്ഥിരം സുഹൃത്തുക്കളോ സ്ഥിരം ശത്രുക്കളോ ഇല്ല. BJP എന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ ലൈനും അത് തന്നെയാണ്. രാഷ്ട്രീയത്തിലും സ്ഥിരം ശത്രുക്കളും മിത്രങ്ങളും ഇല്ല. നാളെ അവർ CPM-മാരോട്ട് ഭരിച്ചെന്നിരിക്കുക, PDP ആയിട്ട് അവർ ഭരിച്ചിട്ടില്ലേ? നാളെ എനിക്ക് ഇപ്പോഴും എൻ്റെ ഒരു ബലമായ സംശയം, ഈ നിയമസഭ ബീഹാറിലെ കഴിഞ്ഞ് അധികം വൈകുന്നതിന് മുമ്പ് ഈ RJD-യെ തന്നെ പിടിച്ച് ഇവന്മാര് കൂടെ ഭരിക്കും. അതിന് യാതൊരു മടിയും BJP-ക്ക് ഉണ്ടാകില്ല. കാരണം അവരുടെ തന്ത്രം എന്ന് പറഞ്ഞാൽ അവർക്ക് ലക്ഷ്യമാണ് മുൻപിലുള്ളതെങ്കിൽ മാർഗം അവരൊരിക്കലും നോക്കാറില്ല. അതിനവർ ഏത് മാർഗവും അവലംബിക്കും. അതായത് താലിബാനെ ഇന്ന് മടിയിലിരുത്തുന്നുണ്ടെങ്കിൽ നാളെ താലിബാൻ നമുക്കെതിരെയാണ് തിരിക്കും. നമുക്കറിയാം, ട്രംപ് ഇവിടെ അധികാരത്തിലേറാൻ വേണ്ടി ഹൈന്ദവ സംഘടനകൾ വരെ പൂജ നടത്തിയ ഇന്ന് ആ ട്രംപിനെ ഒരു ഇതിലുമില്ലാതെ നമ്മളെടുത്ത് ദൂരെ കളഞ്ഞിരിക്കുന്നു. അപ്പം സ്ഥിരം മിത്രമോ ശത്രുക്കളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ഈ താലിബാനുമായിട്ട് നടത്തിയത് ആക്ഷൻ ത്രില്ലർ സിനിമയെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയ ഒന്ന്, ബലൂചിസ്ഥാനിൽ അവിടുത്തെ ചിന്ന ഭിന്നമായി കിടന്ന സംഘടനകളെ ഒന്നിപ്പിച്ച് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ കീഴിൽ അണിനിരത്തി തെഹ്രിക്കെ താലിബാൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഊർജിതമായി. അഫ്ഗാനിസ്ഥാന് വേണ്ട എല്ലാം നമ്മൾ കൊടുത്തു എന്നുള്ളതാണ്. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് അഫ്ഗാനിസ്ഥാൻ ഒരു നിർണായക പോയിന്റാണ്. പ്രത്യേകിച്ച് താജിക്കിസ്ഥാൻ, ഖസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയിടത്ത് എണ്ണവാതകത്തിന്റെ ഒരു കേന്ദ്ര ബിന്ദുവാണ് ഈ അഫ്ഗാനിസ്ഥാൻ. അതുവഴിയാണ് വരുന്നത്. സെൻട്രൽ ഏഷ്യയിലേക്കുള്ള നമ്മുടെ കവാടം അഫ്ഗാനിസ്ഥാനാണ്. അതുകൊണ്ടാണ് നമ്മൾ ചബ്ബാറിൽ തുറമുഖം തുറന്നത്. അതുകൊണ്ട് ഇറാനെയും അഫ്ഗാനെയും ചേർത്ത് നിർത്തി തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അതല്ല, നമ്മൾ എല്ലാ രാജ്യങ്ങളോടും നല്ല കോണ്ടാക്ട് വെച്ചിട്ടുണ്ട്. നമ്മളെ ഒരു രാജ്യവും ആക്രമിക്കാത്തതിന്റെ കാര്യം അവരുടെ ഔദാര്യമായതുകൊണ്ടല്ല. പകരം ഇന്ത്യയെ പിണക്കി കഴിഞ്ഞാൽ നാളെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇന്നലെ ഒരു വലിയ വാർത്ത വന്നു, നമ്മൾ കൊടുക്കാൻ മറന്നു പോയതാന്ന് തോന്നുന്നു. അതില് നമ്മുടെ തുർക്കിയും അസർബൈജാനും ഇന്ത്യക്കാർ കൊടുത്ത പണിയിൽ നട്ടം തിരിയുകയാണ്. ടൂറിസം മേഖല അമ്പെ തകർന്ന് കൊടുത്തായിരുന്നല്ലേ? ന്യൂസിന്റെ മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്. അതൊരു വലിയ വാർത്തയാണത്.
അത് ഇന്ത്യൻ ജനത മാത്രം വിചാരിച്ചിട്ടാണ് ആ പണി കിട്ടിയത്. ഇന്ന് അവര് കരുതുന്നത് അവർക്ക് അബദ്ധമായി പോയി എന്ന് അവർക്ക് തോന്നുന്നു എന്നാണ് അതിൽ കിടക്കുന്ന വാർത്ത. അവിടുത്തെ പല സ്ഥാപനങ്ങളും പൂട്ടിപ്പോയി, അവർക്ക് തോന്നുന്നത് ഒരു അബദ്ധമായി പോയി ഇന്ത്യയെ പിണക്കിയതെന്നാണ്. അപ്പൊ ഇന്ത്യയെ പിണക്കാൻ ആരും തയ്യാറാകില്ല, അതൊരു കാലഘട്ടം. അതുകൊണ്ടാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചപ്പോഴും ചബാർ തുറമുഖം അടക്കമുള്ളിടത്ത് ഒന്നും സംഭവിച്ചില്ല. അവിടെയും ശ്രദ്ധേയമായൊരു കാര്യമുണ്ടായിരുന്നു കേട്ടോ. റഷ്യക്കാർ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ആണവ നിലയങ്ങളുണ്ടായിരുന്നു. അത് നമ്മളന്ന് വാർത്ത ചെയ്തിരുന്നു. അതിനെല്ലാം ഇസ്രായേൽ ആക്രമിച്ചില്ല. ഇന്ത്യക്കാരും റഷ്യക്കാരും വർക്ക് ചെയ്ത സ്ഥാപനങ്ങളൊന്നും ഇറാനെ തൊട്ടിട്ടില്ല. അതൊക്കെ ഭംഗിയായിട്ട് പോകും. അപ്പൊ എല്ലാ രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷനാണ്. അതാണ് ഈ ട്രംപിന്റെ വെറും ഡയലോഗടി മാത്രമേ ഉള്ളൂ നമ്മൾ എപ്പോഴെപ്പോഴും പറയാൻ കാരണം. ട്രംപ് ചുമ്മാതെ ഉണ്ടയിലെ വെടി പൊട്ടിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നലെ പാവം പിടിച്ച സെലൻസ്കിയെ വിളിച്ചിട്ട് ആദ്യം കോട്ടൊക്കെ നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞ് നീ അവന്റെ അടികൊണ്ട് ചത്തുപോകും, അങ്ങനെയാണ് പറഞ്ഞത്. നശിച്ചു പോകും, റഷ്യ അറിയാൻ വരാഞ്ഞിട്ടാണ്. റഷ്യയുടെ ആക്രമണത്താൽ നിങ്ങൾ നശിച്ചു പോകും, അതുകൊണ്ട് എങ്ങനെങ്കിലും കോംപ്രമൈസ് ആകുക എന്നാണ് പറഞ്ഞത്. ഏതായാലും ഗാസയിലും പുള്ളിയുടെ പിടിവിട്ടു, ഇതായി. പിന്നെ ഇപ്പൊ വെനുസുലയുടെ നേരെയാണ് ഇപ്പം F-35 വിമാനമൊക്കെ നിരത്തി പോകുന്നത്. വെനുസുലയുടെ മഡൂറോ ഇപ്പോ അവിടെ സൈന്യത്തെ അണിനിരത്തി എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയും.